നമസ്കാരം. ഞങ്ങൾ വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ശ്രീ മുണ്ടയാമ്പറമ്പ് കറപ്പുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ്. ഞാൻ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ. എൻ്റെ പേര് CV ഗിരീഷ് കുമാർ. അദ്ദേഹം ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റിയുടെ പ്രതിനിധി ശ്രീ കനകത്തിലത്തിൽ വസന്തകുമാർ. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടത്തില മഹോത്സവം ഏപ്രിൽ 27, 28, 29 തീയതികളിലായാണ് നടക്കുന്നത്. ശ്രീ മുണ്ടയാമ്പറമ്പിൽ അമ്മയുടെ ഓമന കല്യാണം എന്ന് വിശേഷിപ്പിക്കുന്ന മേടത്തില മഹോത്സവത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവം ക്ഷണിക്കുന്നു. ഇവിടെ കണ്ണൂരിനോടൊപ്പം വടകരയിലും സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ വലിയൊരു പങ്ക് ഈ വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലകളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. അവർ എല്ലാ വർഷവും കൃത്യമായി തന്നെ പ്രധാനമായും മേടത്തില മഹോത്സവ ദിവസം രാവിലെ മുതൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രദർശനത്തിന് എത്തുന്നു. ഏപ്രിൽ 28 മഹോത്സവം. പുലർച്ചെ 3 മണിക്ക് അറവിലാൻ ദൈവത്തിൻ്റെ തിറയും, അന്നേ ദിവസം രാവിലെ 8 മണിക്ക് പെരുമ്പേശൻ തെയ്യവും കെട്ടിയാടും. 28 ഉച്ചക്ക് 1 മണിക്കാണ് പ്രസിദ്ധമായ കുണ്ടൂങ്കര ചോറുകൂരൽ ചടങ്ങ്. വൈകുന്നേരം 5 മണിക്ക് വലിയ തമ്പുരാട്ടിത്തിറ ഭക്തജനങ്ങൾക്ക് ദർശനമേകും. അതോടൊപ്പം തന്നെ രാത്രി 8 മണി മുതൽ തെയ്യക്കോലങ്ങൾ പുലർച്ചെ വരെ തന്നെ അടിയന്തരങ്ങൾ കെട്ടിയാടും. സമാപന ദിവസമായ ഏപ്രിൽ 29 പുലർച്ചെ ഭഗവതിയുടെ കുഴിച്ചിൽ എഴുന്നള്ളത്ത് ചടങ്ങാണ്. അതിനുശേഷം രാവിലെ 10 മണി മുതൽ ചെറിയ തമ്പുരാട്ടിത്തിറ ക്ഷേത്രത്തിൽ കെട്ടിയാടും. ഉത്സവ ദിവസങ്ങളായ 27, 28, 29 തീയതികളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വർഷം കുറച്ചധികം ഈ വരൾച്ച അനുഭവപ്പെടുന്നതിനാൽ നമ്മുടെ ക്ഷേത്രത്തിൽ പരമാവധി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും മുൻകാലങ്ങളിൽ ചെയ്ത് വരുന്നത് പോലെ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ട്. എന്നാലും വാഹനങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ പരമാവധി കുടിവെള്ളം, ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളിൽ വരുന്നവർ പാർക്ക് ചെയ്യാൻ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതും നമ്മുടെ ഈ വർഷത്തെ മേടത്തില മഹോത്സവം മനസ്സിന് കുളിർമയോടെ അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി നമുക്ക് മടങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷേത്രസന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. അതാണ് സാധാരണഗതിയിൽ നമ്മൾ കിടപ്പള്ളിയിൽ വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഈ ഉത്സവ സമയത്ത് മാത്രം കിടപ്പള്ളിയിൽ നിവേദ്യങ്ങളൊന്നും ചെയ്യാതെ പുറത്ത് കുളത്തിൻ്റെയും അപ്പുറത്ത് കുണ്ടുങ്കര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് താൽക്കാലിക പന്തലൊരുക്കി അന്നേ ഒരു ദിവസം കിടപ്പള്ളി ആയി സങ്കല്പിച്ചിട്ട് അവിടുന്നാണ്
അത് ഈ മേഖലയിലുള്ള ചില തറവാട്ടുകാർക്ക് നമ്പൂതിരിമാർ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അവരെ ധൈര്യപൂർവ്വം വന്നിട്ട് ഇതിനകത്ത് നിന്ന് കോരിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിനാണ് കുണ്ടുങ്കര ചോറ് പോരൽ എന്ന് പറയാം. അവരെ ആവശ്യത്തിന് കോരി കൊണ്ടുപോയതിന് ശേഷം മാത്രമേ പിന്നെ നമ്പൂതിരിമാർ പോലും ഇതിനകത്ത് ഭക്ഷണം കഴിക്കാൻ എടുക്കുകയും. അത് കാലാകാലമായി നടന്നു വരുന്ന ചടങ്ങാണ്. അതിന് പ്രത്യേക എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയൊന്നും നമുക്കും അറിയില്ല. പുതിയ തലമുറക്ക് മുമ്പ് കാലം മുതലേ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമ്പൂതിരിമാര് ഈ സാധാരണ നിലവിലുള്ള തടപ്പള്ളി ഒഴിവാക്കി, അതായത് ശ്രീകോവിലിന് തൊട്ട് മുമ്പിൽ തന്നെ തടപ്പള്ളിയുണ്ട്. ഈ 3 ഉത്സവ ദിവസങ്ങളിലൊന്നും തന്നെ അവിടെ ഒരു നിവേദ്യങ്ങളും വെക്കാറില്ല. ഇതൊക്കെ താഴെ ഈ പുറത്ത് കുണ്ടുകര എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തൊരു ഓലപ്പുര കെട്ടി അതിനകത്ത് വെച്ചിട്ടാണ് അന്ന് നമ്പൂതിരിമാർ ഭക്ഷണം ഉണ്ടാക്കുക. ആ ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്നെയും ഈ മേഖലയിൽ നിന്ന് വരുന്ന പേരാമ്പ്ര കുറ്റിയാടി ഈ മേഖലയിൽ നിന്ന് വരുന്ന ചില തറവാട്ടുകാർ അവരുടെ അവകാശം എന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് നമ്പൂതിരിമാർ വെച്ച ചോറ് അവരെ ആവശ്യത്തിന് കോരിക്കൊണ്ടുപോകുന്നൊരു സമീപനം. അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് നമ്പൂതിരിമാർ വരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. സാധാരണഗതിയിൽ 2ാമത്തെ ദിവസമാണ് ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുക. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരികയും ഇതൊക്കെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല അവിടുത്തെ അമ്പലത്തിലെ ട്രസ്റ്റിയുടെ പ്രതിനിധി ട്രസ്റ്റി എന്ന് പറയുന്നത് തറവാട്ടിലെ ഏറ്റവും മുതിർന്ന മെയിൻ മെമ്പർ ആരാണോ അയാളായിരിക്കും. അദ്ദേഹം മിക്കവാറും കിടപ്പിലായിരിക്കും, കാരണം പ്രായം അത്രമാത്രം ഉണ്ടാകും. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം തറവാട്ടുള്ള കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ സ്ഥിരമായി വരികയും ഇവിടുത്തെ ആളുകളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ 1-2 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഒരു 9 മണി, രാവിലെ 9 മണിയാകുമ്പോഴേക്കും ആ പ്രദേശം മുഴുവൻ അറിയും. ഈ ശ്രീകോവിലിൻ്റെ ചുറ്റിലും ആളുകൾ വന്ന് തമ്പടിച്ച് നിൽക്കുകയാണ്. പുതിയതായി കടന്നു വരുന്നവർക്ക് ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി എത്താൻ പറ്റാത്ത അവസ്ഥ. ഈ വന്നവരൊറ്റ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ നേരിട്ട് പോയിട്ട് പലരോടും പറഞ്ഞിട്ട് ഒന്ന് മാറണം, തൊഴുതവർക്ക് തൊഴുത് അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാനുണ്ടെങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കുകയാണ്. ഒരേ നിൽക്കുമ്പോൾ അതായത് മറ്റുള്ള ഭക്തജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് ദയവ് ചെയ്ത് ഭക്തജനങ്ങൾ അങ്ങനെ ഒറ്റ നിന്ന് മറ്റുള്ളവരുടെ അവസരത്തെ മുടക്കരുത്, അല്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിക്കരുത് എന്ന ഒരു അഭ്യർത്ഥന. അതോടൊപ്പം ഇവിടെ നിന്നും വരുന്ന ആളുകൾ വാഹനങ്ങൾ ഇവിടുന്ന് സ്പെഷ്യലാക്കിയിട്ടാണ് വരുന്നത്. പരമാവധി ഇരുട്ടിയിൽ നിന്ന് മാടത്തിൽ എടൂര് വഴി ആ വഴി തന്നെ വരണം. ഈ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ അവിടെയൊക്കെ ബോർഡ് കാണാം, മുണ്ടാമ്പറമ്പിലേക്കുള്ള വഴി എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. അത്തരം വഴികളിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ടൊരു വണ്ടി വന്നാൽ ഈ ഇടുങ്ങിയ റോഡിൽ ബ്ലോക്കാവും. അതൊന്ന് വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. എടൂര് വഴി തന്നെ വന്ന് മുണ്ടാമ്പറമ്പിലേക്കുള്ള മെയിൻ റോഡിലൂടെ മാത്രം വരാൻ ശ്രമിക്കുക. മറ്റൊന്ന് പറയാനുള്ളത്, ഈ കോഴിയറവ് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരും ഗ്യാസ് സ്റ്റവും സിലിണ്ടറുമൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ പാചകം ചെയ്യാറുണ്ട്. ഒരുപടി ആളുകൾ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇന്ധനങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്ന് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നവരുമുണ്ട്. അങ്ങനെ കഴിക്കാൻ വരുന്ന ആളുകൾ തങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അവിടുത്തെ തീയൊന്ന് അണച്ചു എന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം പലപ്പോഴും അവർ തീ കൂട്ടി പാചകം ചെയ്തു, ഭക്ഷണം എടുത്ത് പോയി അവർ കഴിച്ചു, അവരങ്ങോട്ട് പോകുന്നു, പിന്നീട് അവിടെ തീ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ നമ്മളുണ്ട്. എങ്കിൽ പോലും ആ തീ വെള്ളം ഒഴിച്ച് അണച്ചതിന് ശേഷം മാത്രം പിരിഞ്ഞു പോകാൻ ഭക്തജനങ്ങൾ തയ്യാറാകണം എന്നാണ് മറ്റൊന്ന്. അതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡോക്ടറും ആളുകളും അടക്കമുള്ളവരുണ്ട്, ഫയർഫോഴ്സുകാരുണ്ട്, ഒരു ആംബുലൻസ് എപ്പോഴും തയ്യാറാണ്. ഈ ഹെൽത്തിൻ്റെ അവിടെ ചെന്ന് പ്രഷറോ ഷുഗറോ ഒക്കെ പരിശോധിക്കാനും പിടിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്
ചെറിയ എന്തോ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും, ചെറിയ ഫീസ്. അത് പ്രത്യേകിച്ച് ആ ഹെൽത്തുകാരുമായി സഹകരിക്കണം. അതിനുള്ള പ്രത്യേക കൗണ്ടർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് പറയാനുള്ളത്. രാവിലെ 12 മണി മുതൽ രാത്രി 12 മണി വരെ അന്നപ്രസാദ വിതരണം തുടർന്നുകൊണ്ടേയിരിക്കും. 28-ാം തീയതി ഒരു ദിവസം. കാരണം അന്ന് കാലത്ത് തുടങ്ങിയാൽ പാതിരാവരെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇടതടവില്ലാതെ രാവിലെ 12 മണി മുതൽ രാത്രി 12 മണി വരെ തുടർച്ചയായി അന്നദാനം നടത്തുന്നതാണ്. അതിൻ്റെ അന്നദാനം വിതരണം ചെയ്യുന്നത് അവിടുത്തെ കുടുംബശ്രീക്കാരാണ്. അവരുമായി സഹകരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുക. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ പരമാവധി കൊണ്ടുവരാതിരിക്കുക. എല്ലാവരും വാഹനം പിടിച്ചു വരുമ്പോൾ ആ വാഹനത്തിന് ഒരു ക്യാൻ കൊണ്ടുവന്ന് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാൻ അടക്കം തിരിച്ചു പോകാവുന്നതാണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ ചെരുപ്പുകൾ, പലരും ചെരുപ്പൊന്നും പിന്നീട് എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവില്ല. ചെരുപ്പുകളുടെ ലോഡ് കണക്കിന് ചെരുപ്പുകൾ നീക്കം ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്ക് 2-3 വർഷം ഞങ്ങൾ അനുഭവിച്ചതാണ്. ഈ പ്ലാസ്റ്റിക് കുപ്പികളും ഈ ചെരുപ്പുകളും ഒക്കെ ഈ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നടപ്പന്തൽ, വിശാലമായ നടപ്പന്തലുണ്ട്. ഏതാണ്ട് 1000-5000 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഊട്ടുപുരയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണയുടെ സമയമായതുകൊണ്ട് നമുക്ക് ആ ഊട്ടുപുര വിചാരിച്ച വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു 30% മാത്രമേ ആയിട്ടുള്ളൂ. ആ ഊട്ടുപുര നിർമ്മാണത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ കൂടി ഭക്തജനങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആചാരപരമായി ഉള്ള കർമ്മങ്ങൾ അവിടെ നടത്തുന്നതല്ലാതെ ദേവസ്വമോ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളോ ഒരിക്കലും തന്നെ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു സമീപനങ്ങളും നമ്മൾ സ്വീകരിക്കാറില്ല. കാലകാലങ്ങളായി വരുന്ന, അതായത് ക്ഷേത്രത്തിൽ വെച്ച് മദ്യം വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാകും തന്നെ ഞങ്ങൾ ക്ഷേത്ര ഭരണാധികാരികൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാലോ, വരുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾ, 10,000-കണക്കിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന ഭക്തജനങ്ങൾ അവിടെ ആ പ്രദേശത്ത് മൊത്തമായി വരികയാണ്. ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം വിവിധ പ്രദേശങ്ങളിലായി അവർ വന്ന് അവരുടേതായ ബന്ധപ്പെട്ട ചില മുമ്പേ പൗരാണികമായി ചെയ്തു വരുന്ന അല്ലെങ്കിൽ അവരെ അനുഷ്ഠിച്ചു വരുന്ന ചില ആചാരങ്ങൾ നിറവേറ്റുകയാണ്. അതിൽ കൂടുതലായി നമുക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. ഞങ്ങൾ യാതൊരു കാരണവശാലും നമ്മളതിനായി ബന്ധപ്പെട്ട് ഇത് പ്രോത്സാഹിപ്പിക്കുക തരത്ത രീതിയിലൊക്കെയുള്ള ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ കൊണ്ടുവന്ന ചോറുകളുടെ മറ്റു ചെറിയ ഒരു സന്ദർഭം പറയുന്നത്, ഈ ദേവാസുര യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിന് ശേഷം യുദ്ധം ജയിച്ച ഗണങ്ങൾക്ക് അമ്മ നേരിട്ട് പിന്നെ ഭഗവതി കൂട്ടുന്നു എന്നുള്ള രീതിയിലൊരു സങ്കല്പവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഗംഗാപറമ്പിന്റെ ആചാരം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഉച്ച കഴിഞ്ഞാൽ പേരുച്ചരിക്കാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് പോലെ തന്നെ വിഭിന്നമായ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും ഭയഭക്തിയോടെ കാണുന്നൊരു ക്ഷേത്രം എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ രീതിയിൽ പരിപാലിച്ചു വരുന്ന മുഴുവൻ ഭക്തിജനങ്ങൾക്കും അതിൻ്റെതായ ഫലപ്രാപ്തി അവിടെ നിന്നും കിട്ടാറുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുഭവസ്ഥർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ എന്താ പറയുക, അവിടെ കാരുണ്യത്തിനെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മറ്റ് കാര്യങ്ങൾ അവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായി ദേവസ്വം എങ്ങനെയാണോ ചെയ്യേണ്ടത് അത്തരം സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.